നിർത്തി കൊല്ലണ്ടേ. അവളറിയണം അവൻ അനുഭവിച്ചത്. അത്രയും ഇപ്പൊ അവൾക്ക് ഭയങ്കര അഹങ്കാരല്ലേ. നല്ല വിധിയാണ്, പക്ഷെ എത്രയും വേഗം നടപ്പാക്കണം, നീട്ടിക്കൊണ്ടു പോവാതെ ഇരിക്കണം. ഇപ്പൊ എത്രയോ പ്രതികൾ ഇപ്പൊ ജയിലിൽ അങ്ങനെ ഉണ്ട്, വധശിക്ഷ നീട്ടുകൊണ്ട്. പെൺകുട്ടിയെ ആയിരുന്നു ഇങ്ങനെ കൊന്നിരുന്നെങ്കിൽ ആൺകുട്ടികൾക്കും ഇതുപോലെ തന്നെ ശിക്ഷ കൊടുക്കണം എന്ന് എല്ലാവരും പറഞ്ഞേനെ. അതുപോലെ തന്നെ എല്ലാവരും ഈക്വൽ ആണല്ലോ. ആൺകുട്ടി തന്നെയാണ് ഇവിടെ കൊന്നിരിക്കുന്നത്. എല്ലാ മനുഷ്യജീവനും ഒന്നാണ്. അങ്ങനെ കൊല്ലേണ്ട ആവശ്യമില്ലല്ലോ. ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കി പോകില്ല ബെറ്റർ. അല്ലാതെ അതിനു വേണ്ടിയിട്ട് കൊല്ലേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല. നല്ല രീതിയാണ്. ഈ നിയമങ്ങളാണ് നടപ്പിലാക്കേണ്ടത്. പൊതുവെ നമ്മുടെ ഈ ജനങ്ങൾക്ക് ഒരു പേടിയില്ല. എന്ത് ചെയ്താലും കൂടിപ്പോയി ജയിലിൽ പോയി അവിടുത്തെ ബിരിയാണി തിന്നാന്നല്ലാണ്ട് ഒരു തരത്തിലുള്ള മാറ്റം നമ്മുടെ ഇവിടെ കാണാറില്ല. അതുകൊണ്ട് ആൾക്കാർ വീണ്ടും വീണ്ടും ഓരോന്ന് ചെയ്തു. ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചതിനെ കുറിച്ചുള്ള പൊതുജന അഭിപ്രായമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ മനുഷ്യരും ഒരേപോലെ ഒരേ സ്വരത്തിലാണ് ഇപ്പം ഗ്രീഷ്മയുടെ ഈ തൂക്കുകയർ വിധിയെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും കാത്തിരുന്നതും പ്രതീക്ഷിച്ചിരുന്നതുമായ വിധിയാണ്. ഇപ്പം ഈ നീതി തന്നെ നല്ലൊരു നീതി തന്നെ നടപ്പിലാക്കുക തന്നെ ചെയ്തു. ഷാരോണിൻ്റെ അമ്മയുടെ കരച്ചിലിൻ്റെ പ്രാർത്ഥനയുടെ രക്ഷിതാക്കളുടെ പ്രാർത്ഥനയുടെ ഒക്കെ ഫലമായിട്ടാണ് ഗ്രീഷ്മയ്ക്ക് ഇങ്ങനെ ഒരു വിധി തന്നെ വന്നേക്കുന്നത്. ഇപ്പോൾ അർഹിക്കപ്പെട്ട വിധി തന്നെയാണ് ഇത് കിട്ടിയിരിക്കുന്നത്. പാവം ഒരു പയ്യനെ സ്നേഹിച്ച് കബളിച്ച് അവളെ വിളിച്ചു വരുത്തി സെക്സ് വരെ ഏർപ്പെടുത്തിയിട്ട് ശേഷമാണ് അവനെ വഞ്ചിച്ചത്. കഷായത്തിൽ വിഷം ചേർത്ത് കൊടുത്തു. ഒരു കമിതാക്കളും ചെയ്യരുതാത്ത ഒരു വലിയ തെറ്റാണ് ഗ്രീഷ്മ ചെയ്തേക്കുന്നത്. അവൾക്ക് താല്പര്യമില്ലായിരുന്നെങ്കിൽ പിന്മാറാമായിരുന്നു, പക്ഷെ ഒരിക്കലും കൊലപാതകത്തിലേക്ക് പോകരുതായിരുന്നു. ഷാരോൺ അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ചതുകൊണ്ട് അവളെ തന്നേക്കാൾ കൂടുതൽ ജീവന് തുല്യം സ്നേഹിച്ച് വിശ്വസിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഷാരോണിന് ഇതുപോലൊരു അബദ്ധം പറ്റിയത്. ഗ്രീഷ്മ പറഞ്ഞതെല്ലാം നേരാണെന്ന് കരുതി വിശ്വസിച്ചു. ആ പാവം 11 ദിവസം ആന്തരിക അവയവങ്ങൾ അഴുകിയാണ്, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനാവാതെയാണ് മരിച്ചത്. എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ട് ആ പയ്യന്. അവളും അതുപോലെ അവളെ ശരിക്കും അനുഭവിച്ച ഇഞ്ചിഞ്ചായിട്ട് വേദന അനുഭവിച്ചാണ് മരിക്കേണ്ടത്. ഇത് പറയുവാണെങ്കിൽ ഇത് ഒറ്റയടിക്ക് ഏറ്റി മരിക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് ചെയ്തു കഴിയും. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു അവൾക്ക് വിധി വരേണ്ടത്. അവൾ ശരിക്കും വേദന അനുഭവിച്ച് ശരിക്കും പയ്യെ മരിക്കണം. അത്രയും ക്രൂരകൃത്യമാണ് ആ ഗ്രീഷ്മ ചെയ്തത്. ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. വീണ്ടും എന്നിട്ട് പറഞ്ഞിരിക്കുന്നു തനിക്ക് വീണ്ടും പഠിക്കണമെന്ന്. എന്തിനാണ് പഠിക്കുന്നത്? ഇത്രയും പഠിപ്പുണ്ടായിട്ട് തന്നെയും കാട്ടിക്കൂട്ടി കേൾക്കുന്ന പ്രവൃത്തി എന്തോരം നീചമാണ്. അപ്പോൾ ഇനിയും പഠിച്ചു കഴിഞ്ഞാൽ ഇതിലും വലിയ പ്രവൃത്തിയായിരിക്കും അവൾ ചെയ്യുന്നത്. ഒരു പെണ്ണ് ഇത്രത്തോളം ക്രൂരത ചെയ്യാൻ പാടുള്ളതല്ല. അവൾ എന്തൊരു പെണ്ണാണ്. വംശത്തിന് തന്നെ മാനക്കേടാണ് ഗ്രീഷ്മ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചെറിയ കുട്ടികൾ പോലും ഈ ന്യൂസ് കേട്ടിട്ട് ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ കിട്ടി, അങ്ങനെ തന്നെ വേണമെന്നാണ് പറയുന്നത്. എൻ്റെ മോൻ വരെയും പറയുന്നത്, +2 പഠിക്കുന്ന മോൻ വരെയും പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ അവൻ ചേട്ടായി എന്തോരം വേദന അനുഭവിച്ചു, അവൾക്ക് അത് തന്നെ വേണം എന്നാണ് പറയുന്നത്. എല്ലാ അമ്മമാരും ഈ വിധി കേൾക്കുമ്പം തന്നെ ഭയങ്കര സന്തോഷത്തോടെ തന്നെയാണ് വിധിയെ കേട്ടത്. രാവിലെ മുതൽ തന്നെ ഞാൻ ഇങ്ങനെ ന്യൂസ് കേൾക്കുന്നുണ്ടായിരുന്നു, വിധി വരുമ്പോൾ ഇപ്പം വരും, വിധി വരും, ഇപ്പം വരുമെന്ന്. എന്തായാലും നമ്മുടെ നീതിന്യായ കോടതിയോട് വളരെയധികം ബഹുമാനമുണ്ട്. അതുപോലെ ഈ ഗ്രീഷ്മയുടെ കള്ളത്തരങ്ങൾ ഓരോന്നായി പൊളിച്ചെടുക്കിയ കേരള പോലീസിനും വളരെയധികം നന്ദിയുണ്ട്. എന്തായാലും ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ തന്നെ കിട്ടട്ടെ. ഇനി മുമ്പോട്ട് കോടതിയിലേക്ക് അവൾ സുപ്രീം കോടതിയിലേക്കൊക്കെ പോകുന്നുണ്ടെന്നറിയാം. പക്ഷേ ഈ വിധി തന്നെയായിരിക്കണം മുൻപോട്ടുള്ള വിധിയിലും വരാനെന്നാണ് വളരെ പ്രാർത്ഥനയോടെ ഓർക്കുന്നത്. ഷാരോണിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ആ അമ്മയുടെ കരച്ചിലിന് എല്ലാം ഒരു ഫലം ഉണ്ടായിരിക്കുകയാണ്.